ഹലോ ഗൈസ്, ലാസ്റ്റ് ടൈം ഞാനൊരു ഹെയർ കെയർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഹെയർ കെയർ ടിപ്സിന്റെ ഒപ്പം തന്നെ ഞാൻ ഹെയറിന് ആവശ്യമായിട്ടുള്ള സൂപ്പർ ഫുഡ്സ് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് നല്ലത് എന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാറ്. അപ്പോൾ ഞാൻ കഴിച്ച് എൻ്റെ മുടിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഫുഡ് ആണ് കേട്ടോ ഇതിൽ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പം നമ്മളെല്ലാവരും മുടിയിൽ തേക്കുന്ന ഓയിലിനെ കുറിച്ച്, അതുപോലെ മുടിയിൽ ഇടാൻ പറ്റുന്ന പാക്ക് എല്ലാം നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്തൊക്കെയാണ് ഉപയോഗിക്കുന്നതും ഒരുപാട് റിവ്യൂസ് നോക്കിയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഭൂരിഭാഗം ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മുടിക്ക് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആരും തന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ മുടിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സൂപ്പർ ഫുഡ്സ് ആണ് ഞാൻ പറയുന്നത്. എനിക്ക് കഴിച്ചിട്ട് നല്ലോണം റിസൾട്ട് കിട്ടിയിട്ടുള്ള ഫുഡ്സ് തന്നെയാണ് കേട്ടോ, അല്ലാതെ ഒരു ഫേക്ക് ചെയ്ത ഒരു വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല. എനിക്ക് ഡെലിവറിക്ക് ശേഷമാണ് ഞാൻ കൂടുതലായിട്ട് ഹെയർ കെയറിങ് സ്റ്റാർട്ട് ചെയ്തതും. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഹെയറിന്റെ സൂപ്പർ ഫുഡ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് മുട്ടയായിരിക്കും. ഈ മുട്ട നമ്മൾ ഡെയിലി നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. നമ്മുടെ മുടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫുഡാണ് മുട്ട എന്ന് പറയുന്നത്. അപ്പോൾ എഗ്ഗിന്റെ വൈറ്റും യോക്കും വെള്ളയും അതുപോലെ ഉള്ള മഞ്ഞയും നമുക്ക് നമ്മുടെ മുടിക്ക് രണ്ട് തരത്തിലുള്ള ഗുണങ്ങളാണ് തരുന്നത്. അപ്പോൾ ഒരു ഫുൾ എഗ്ഗ് ഒരു ദിവസം കഴിക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഒരുപാട് ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു സാധനമാണ് എഗ്ഗ് എന്ന് പറയുന്നത്. പ്രോട്ടീൻ നമുക്കറിയാം, നമ്മുടെ ഹെയർ തന്നെ കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്തിന് പ്രോട്ടീൻ അത്രയും അത്യാവശ്യമാണ്. എഗ്ഗിലാണെങ്കിൽ വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, ഫോളേറ്റ്, ബയോട്ടിൻ ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മുടെ മുടിക്ക് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എഗ് യോക്കിൽ ഉള്ളത് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് ആണ്. നമ്മുടെ മുടിക്ക് ഒരു ഷൈനിങ്, ഒരു സ്ലീക്ക് ലുക്ക്, അതായത് എന്താ പറയാ, നമ്മൾ പരസ്യത്തിലൊക്കെ കാണില്ലേ, ഈ ഷാമ്പൂന്റെ ഒക്കെ പരസ്യത്തില് പെൺകുട്ടികളുടെ മുടി ഇങ്ങനെ നല്ലോണം ഒരു ഫ്ലോ ആയിട്ട് സിൽക്കി ആയിട്ട് കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു മുടി ക്രിയേറ്റ് ചെയ്തൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ ഗ്രാജുവലി സ്ലോ ആയിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ മുടിയിൽ തേക്കുന്ന എണ്ണ, ഇതെല്ലാം പ്രധാനമാണ്. അപ്പോൾ നമ്മൾ മുടിയിലൊരു കാര്യം തേക്കുന്നത് കൊണ്ട് മാത്രമായില്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അതിൽ വളരെ വളരെ പ്രധാനമാണ്. അപ്പോൾ മുടിക്ക് ആവശ്യമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് ആണ് ഈ എഗ് യോക്ക്, ആ എഗ്ഗിന്റെ മഞ്ഞയിലുള്ളത്. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ എപ്പോഴും മുഴുവനും, അതായത് എഗ്ഗിന്റെ വൈറ്റും ആ യെല്ലോ പോർഷനും ഒരുമിച്ച് കഴിക്കാൻ നോക്കുക. ഒരു ദിവസം ഒരു എഗ്ഗ് എങ്കിലും നമ്മൾ കഴിച്ചേ പറ്റുക. നമുക്ക് അത്രയും ഗുണം ചെയ്യും നമ്മുടെ മുടിക്ക്. എന്നെ സംബന്ധിച്ച് ഡെലിവറിക്ക് ശേഷം എനിക്ക് മുടി കൊഴിച്ചിലെന്ന് പറഞ്ഞ കാര്യം മുടി കൊഴിച്ചിൽ വന്നിട്ടില്ല എന്ന് പറയാനുള്ള കാരണം ഞാൻ അത്രയും കെയർ എടുത്തിട്ടുണ്ട്. നമ്മൾ പ്രഗ്നൻസി ടൈമിലൊക്കെ അയൺ ടാബ്ലറ്റ്സും കാൽഷ്യം ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ മുടി ധാരാളം വളരുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ നമ്മളോട് എല്ലാവരും പറയുന്നൊരു സ്ഥിരം ഡയലോഗാണ്, കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞിന് പാലൊക്കെ കൊടുത്തു തുടങ്ങുമ്പോൾ നമ്മുടെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നു. പക്ഷെ നമ്മൾ നമ്മുടെ ഭക്ഷണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല കേട്ടോ. നമ്മൾ പ്രഗ്നൻസി ടൈമിൽ എന്തോരം കെയർ എടുക്കുന്നുണ്ടോ നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, അതുപോലത്തെ കെയർ തന്നെ നമ്മൾ ആഫ്റ്റർ ഡെലിവറിയും ചെയ്യണം. അതായത് ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടുന്നുണ്ടോ, ആവശ്യത്തിനുള്ള വിറ്റമിൻസ് ന്യൂട്രിയൻസ് എല്ലാം കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ ഉറപ്പ് വരുത്തിയേ പറ്റുള്ളൂ. അപ്പോൾ മുട്ട, ഡെയിലി ഒരു മുട്ട എന്തായാലും കഴിക്കുക. അത് കഴിക്കാതിരുന്ന സമയത്തും അത് കഴിച്ചതിന് ശേഷമുള്ള മാറ്റം എനിക്ക് നല്ലോണം അറിയും. ഞാൻ പറയുന്നത് ഇന്ന് മുട്ട കഴിച്ചിട്ട് നാളെ നിങ്ങളുടെ മുടി നല്ലതാവും എന്നല്ല ഞാൻ പറയുന്നത്. ട്രസ്റ്റ് മീ, ഒരു 1 or 2 weeks കണ്ടിന്യൂസ് ബേസിസിൽ ഡെയിലി ഓരോ എഗ്ഗ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയിൽ കാണാൻ പറ്റും. നല്ലൊരു മോയിസ്ചർ, അതായത് മുടി ഇങ്ങനെ ഡ്രൈനെസ് ഒന്നും ആവില്ല, നല്ല ഫ്രിസിനെസ് ഒക്കെ മാറി മുടി കുറച്ചുകൂടി സിൽക്കി ആവും. അത് നിങ്ങൾക്ക് ഫീൽ. ഇപ്പം എൻ്റെ മുടി തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, നല്ലൊരു സിൽക്കി ആയിട്ടല്ലേ കിടക്കുന്നത്. ഇത് നാച്ചുറൽ ആയിട്ട് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഡയറ്റ് അത്രയും ശ്രദ്ധിക്കുന്നുണ്ട്. ഹെയർ ഓയിലിങ്ങും ഹെയർ മാസ്കും അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എൻ്റെ ഫുഡും നല്ലോണം ശ്രദ്ധിച്ചു തുടങ്ങി. അപ്പോഴാണ് എൻ്റെ മുടിക്ക് ഇങ്ങനെ ഒരു മാറ്റം വന്നത്. ഇതിന് മുന്നേ ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കാതിരുന്ന സമയത്ത് നല്ല കറയായിട്ടായിരുന്നു എൻ്റെ മുടി ഇരുന്നിട്ടുള്ളത്. സോ ഏറ്റവും നല്ലൊരു സൂപ്പർ ഫുഡാണ് മുട്ട എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാം. മുട്ടയിൽ അവിഡിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ ഒരിക്കലും റോ ആയിട്ട് നമ്മൾ മുട്ട കഴിക്കരുത്. നല്ലോണം കുക്ക് ചെയ്തിട്ട് മാത്രം, മാക്സിമം പുഴുങ്ങിയൊക്കെ മുട്ട കഴിക്കാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അവിഡിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ റോ ആയിട്ട് പച്ചയ്ക്ക് മുട്ട കഴിക്കുമ്പോൾ ഈ അവിഡിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ബയോട്ടിന്റെ അബ്സോർപ്ഷനെ
ഹിൻഡർ ചെയ്ത് കളയും. സോ അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരിക്കലും റോ ആയിട്ട് എഗ്ഗ് കഴിക്കാതിരിക്കുക, നല്ലോണം കുക്ക് ചെയ്ത് മാക്സിമം പുഴുങ്ങിയൊക്കെ കഴിക്കാൻ നോക്കുക. ഇനി ഒട്ടും ഇങ്ങനെ പുഴുങ്ങിയ മുട്ടയൊക്കെ കഴിക്കാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രാമ്പിൾ ചെയ്ത് കഴിക്കുക. അപ്പൊ അത് മുട്ട എങ്ങനെ കഴിക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് ആണ് അംല അല്ലെങ്കിൽ നെല്ലിക്ക. അപ്പോൾ നെല്ലിക്ക അതിനകത്ത് വൈറ്റമിൻ സി ഉണ്ട്, കരോട്ടിൻ ഉണ്ട്, അതുപോലെ ആന്റി ഓക്സിഡൻസ് ഉണ്ട്. നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒത്തിരി സഹായിക്കുന്ന ഘടകങ്ങളുള്ളതാണ് ഈ നെല്ലിക്ക എന്ന് പറയുന്നത്. അപ്പോൾ നെല്ലിക്ക കഴിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് റോ ആയിട്ട് നമുക്ക് കടിച്ചു കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെല്ലിക്ക ഉണക്കി പൊടിച്ചിട്ട് നമ്മൾ തൈരിലൊക്കെ യോഗേർട്ടിലൊക്കെ ആഡ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ ചെല്ലുകയും ചെയ്യും, ആ പച്ചയ്ക്ക് കഴിക്കുന്ന ആ ഒരു മടുപ്പ് മാറി കിട്ടുകയും ചെയ്യും. പക്ഷെ ഞാൻ ഡെയിലി ഒരു നെല്ലിക്ക വെച്ചിട്ട് കടിച്ചു തന്നെയാണ് കഴിക്കാൻ ശ്രമിക്കാറ്. അപ്പോൾ നമ്മുടെ മുടിയുടെ ഗ്രോത്തിന് കൊളാജൻ പ്രൊഡക്ഷൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ കൊളാജൻ പ്രൊഡക്ഷന് സഹായിക്കുന്നത് നെല്ലിക്ക നല്ലോണം സഹായിക്കും. വൈറ്റമിൻ സി ഒത്തിരി ഉണ്ട് നെല്ലിക്കയിൽ. പിന്നെ നെല്ലിക്ക ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കൊഴിഞ്ഞു പോയ സ്ഥലങ്ങളുണ്ടല്ലോ നമ്മുടെ മുടിയിൽ, അതുപോലെ നെല്ലിക്ക മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഈ കൊഴിഞ്ഞു പോയ സ്ഥലത്ത് നിന്ന് മുടിയുടെ വളർച്ച, അതായത് റീഗ്രോത്തിന് സഹായിക്കും. ഒരു ഹെയർ റിപ്പയറിന് സഹായിക്കുന്നതാണ് നെല്ലിക്ക. ഓക്കെ, ഹെയർ റീഗ്രോത്തിന് നല്ലോണം സഹായിക്കുന്നതാണ് നെല്ലിക്ക. അപ്പൊ അത് മാക്സിമം നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് കൊഴിഞ്ഞു പോയ മുടിയൊക്കെ ഉണ്ട്, ഹെയർ നല്ലോണം തിന്നിങ് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നെല്ലിക്ക കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പച്ചക്ക് കഴിക്കാൻ മടിയുള്ളവർ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അത് കൺസ്യൂം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഡെയിലി നമ്മൾ ഒരു നെല്ലിക്ക ഇൻക്ലൂഡ് ചെയ്യുക നിങ്ങളുടെ ഫുഡിൽ. മൂന്നാമതായിട്ട് ഞാൻ പറയുന്നത് ഹെയറിന്റെ സൂപ്പർ ഫുഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ലീഫി വെജിറ്റബിൾസ് തന്നെ മെയിൻലി സ്പിനാച്ച്, ചുവന്ന ചീര, പച്ചച്ചീര ഏതാണെങ്കിലും നല്ലതാണ്. അയൺ റിച്ച് ആണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അയൺ ഇൻടേക്ക് അത് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഇപ്പോൾ ചീരയൊക്കെ ഇഷ്ടമല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ട വറക്കുമ്പോഴത്തേക്കും അതിൽ ചീര ഇടാം, അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കുമ്പോൾ ചീരയിട്ട് ദോശ ഉണ്ടാക്കാം, അതുപോലെ പരിപ്പ് കറിയിൽ ചീര ഇടാം. അങ്ങനെ എങ്ങനെയെങ്കിലും നമ്മുടെ അകത്തേക്ക് ചീര എത്താൻ പാകത്തിനുള്ള രീതിയിൽ ഫുഡ്സ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. പിന്നെ വെജിറ്റേറിയൻസിനെ സംബന്ധിച്ച് ഇപ്പൊ പറഞ്ഞ പോലെ മുട്ട, മീൻ അങ്ങനെയുള്ള ഓപ്ഷൻസ് പറ്റാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊക്കെയാണോ ഉള്ള ഓപ്ഷൻസ്, ആ ഓപ്ഷൻസ് മാക്സിമം ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ നല്ലോണം യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്പിനാച്ച് ഒക്കെ നല്ല രീതിക്ക് തന്നെ സാലഡ്സ് ആയിട്ടും കറി ആയിട്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക ഡയറ്റിൽ. ആ ഒരു ഡിഫറൻസ് അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളുടെ മുടിക്ക് നല്ല രീതിയിൽ തന്നെ മാറ്റം വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അടുത്തതായിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ സഹായിക്കുന്ന സൂപ്പർ ഫുഡാണ് ഫിഷ് എന്ന് പറയുമ്പോൾ omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള മീനുകളാണ് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ചാള, അയില, സാൽമൺ, അതുപോലെ ട്യൂണ, അതൊക്കെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ്. അതായത് നമ്മുടെ സ്കാൽപ്പിന്റെ ഹെൽത്ത്, നമ്മുടെ സ്കാൽപ്പ് ഹെൽത്ത് എന്ന് പറയുന്നത് മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. നല്ല ഹെൽത്തി സ്കാൽപ്പ് ഉണ്ടായാലേ മുടി നല്ലോണം വളരുള്ളൂ. ഇപ്പം എനിക്കൊക്കെ കുഞ്ഞിലെ എൻ്റെ അച്ഛമ്മ ഒരുപാട് ഈ ചാള മീനൊക്കെ കൂട്ടിയിട്ട് ചോറ് തന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഹെൽത്ത് എൻ്റെ മുടിക്ക് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു ഷൈനി എഫക്റ്റ് ഒക്കെ മുടിക്ക്, ഈവൻ എൻ്റെ മുടി കൊഴിയുന്ന സമയത്താണെങ്കിൽ കൂടി ആ ഒരു മുടി എപ്പോഴും നല്ലൊരു സിൽക്കി ഷൈനി ആയിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കുഞ്ഞിലേ മുതൽ കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കുന്ന സമയം മുതൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ആണോ എന്ന്. മീന്, മുട്ട ഒക്കെ കൊടുക്കുമ്പോൾ ഈ ഇങ്ങനെയുള്ള മീനുകളൊക്കെ കൊടുക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക. അതായത് ചാള, അയിലയൊക്കെ നല്ലോണം ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് മുടിയുടെ വളർച്ചയ്ക്ക് അത്രയും സഹായിക്കും. നമ്മൾ ഹെയർ ഫോളിക്കിൾസ് ഒക്കെ സിമുലേറ്റ് ചെയ്ത് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും, ഹെയറിൽ മോയ്സ്ചർ നിലനിർത്താൻ സഹായിക്കും, ഒരു മുടിക്ക് നല്ലൊരു ഷൈൻ കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യും. ഇനി ഹെയറിന് ആവശ്യമുള്ള 5ാമത്തെ സൂപ്പർ ഫുഡായിട്ട് ഞാൻ പറയുന്നത് ക്യാരറ്റ് ആണ്. നമ്മൾ മിക്കവരും പറഞ്ഞു കേട്ടിട്ടുള്ളത് സ്കിന്നിന്റെ ഹെൽത്തിന്, സ്കിന്ന് നല്ല ഭംഗിയാവാനൊക്കെയാണ് ക്യാരറ്റ് കൂടുതലായിട്ടും പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ഈ ക്യാരറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നല്ല രീതിക്ക് തന്നെ സഹായിക്കുന്നുണ്ട്. അതായത് ഡയറക്ട്ലി നമ്മുടെ ഹെയർ ഗ്രോത്തിന് അത് ബൂസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ഡയറക്റ്റ് ആയിട്ടൊരു ഹെൽപ്പ് തരുന്നില്ലെങ്കിലും ഇൻഡയറക്ട്ലി ക്യാരറ്റ് അതിന് സഹായിക്കുന്നുണ്ട്. അതായത് ക്യാരറ്റിൽ വൈറ്റമിൻ എ നല്ലോണം ഉണ്ട്.
നമ്മളിത് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കാൽപ്പിന്റെ ഹെൽത്ത്, അതായത് ഹെയർ ഫോളിക്കിൾസ്, അതുപോലെ സ്കാൽപ്പ് ഹെൽത്ത് ഒക്കെ നല്ല രീതിക്ക് തന്നെ പ്രൊട്ടക്റ്റഡ് ആവുകയാണ് ഈ ഒരു ക്യാരറ്റ് നമ്മൾ നല്ലോണം ഇൻടേക്ക് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ഹെയർ ഫോളിക്കിൾസ് ഒക്കെ നല്ല രീതിക്ക് സിമുലേറ്റഡ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഹെയറും അതനുസരിച്ച് തന്നെ ഗ്രോ ചെയ്യും. സോ ഈ ക്യാരറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം അല്ലെങ്കിൽ ഡയറക്റ്റ് ഹെയർ ഗ്രോത്ത് കിട്ടണം എന്ന് പറഞ്ഞിട്ട് മാത്രം നമ്മളൊരു കാര്യം ഉപയോഗിക്കരുത്. ഈ ക്യാരറ്റ് ഡയറ്റിൽ ഇൻക്ലൂഡ് സാലഡ്സിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. നമ്മൾ കഴിക്കുന്ന ഇപ്പോൾ കറികളിലാണെങ്കിലും ഒന്നും വേണ്ട, നമ്മൾ കടിച്ച് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. കടിച്ചു കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ റോ ആയിട്ട് പച്ചയ്ക്ക്. ഒരിക്കലും ജ്യൂസ് ആക്കി കഴിക്കാതിരിക്കുക, അതിന്റെ ഗുണം നഷ്ടപ്പെടും, അതിനുള്ള ഫൈബർ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ എപ്പോഴും അതിനെ ജ്യൂസ് ആക്കി കഴിക്കാതെ ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് കഴിക്കാൻ മാക്സിമം പച്ചയ്ക്ക് തന്നെ കടിച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ക്യാരറ്റ് ഹെയർ ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഇത് ഡയറക്ട്ലി അല്ലെങ്കിൽ കൂടി ഇൻഡയറക്ട്ലി നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഒത്തിരി സഹായിക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ് ക്യാരറ്റ്. അപ്പൊ ഡെയിലി നിങ്ങൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക ഒരു ക്യാരറ്റ്. ഇനി 6th സൂപ്പർ ഫുഡാണ് നട്ട്സ്. നട്ട്സ് എന്ന് പറയുമ്പോൾ മെയിൻലി ആൽമണ്ട്സും വാൾനട്ട്സും ആണ്. ഇതിന് എനിക്കൊരു പ്രൂഫായിട്ട് പറയാൻ പറ്റുന്ന കാര്യം, യാമിക്കുട്ടീനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് 3 months എനിക്ക് ഭയങ്കര വൊമിറ്റിംഗ് ആണ്, വൊമിറ്റിംഗ്. പക്ഷേ എനിക്ക് ആ സമയത്ത് ഒരേ ഒരു ഫുഡ് കഴിച്ചാൽ മാത്രം ഒരു കുഴപ്പമില്ലായിരുന്നു, അത് ആൽമണ്ട്സ് ആയിരുന്നു. അപ്പൊ ആൽമണ്ട്സിന് ഒത്തിരി കഴിക്കുമായിരുന്നു. അത് കണ്ടു നിൽക്കുന്നവർ പറയും ഇത്രയൊന്നും കഴിക്കരുത് എന്നൊക്കെ പറയുമെങ്കിലും എനിക്ക് ആൽമണ്ട്സ് കഴിക്കുമ്പോൾ എനിക്ക് വോമിറ്റിംഗ് കുറയുന്നത് പോലെയായിരുന്നു തോന്നിയിട്ടുള്ളത്. അത് എൻ്റെ ഒരു ആൽമണ്ട്സ് കഴിക്കുന്നതുകൊണ്ടൊന്നും അല്ല വോമിറ്റിംഗ് കുറഞ്ഞിട്ടുള്ളത്, പക്ഷെ അത് കഴിക്കുമ്പോൾ മാത്രമായിരുന്നു എനിക്കൊരു ആശ്വാസം കിട്ടിയിട്ടുള്ളത്. ഒരുപാട് ആൽമണ്ട്സ് ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആൽമണ്ട് ആയിരിക്കും. ആൽമണ്ട് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് നല്ലോണം സഹായിക്കുന്നതാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, അതുപോലെ ബയോട്ടിൻ ഉണ്ട്. അപ്പോൾ മുടി കൊഴിയുന്നത് നല്ല രീതിക്ക് തന്നെ കുറയും. നമ്മുടെ ഹെയർ ഡാമേജ് കുറയ്ക്കും. മുടി ഇങ്ങനെ പൊട്ടി പോകുന്നതൊന്നും അതൊന്നും വരില്ല. നല്ല ഹെൽത്തി ആയിരിക്കും. നമുക്കിപ്പോൾ കുറച്ച് മുടിയാണുള്ളതെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. എഗെയിൻ നമ്മുടെ സ്കാൽപ്പ് ഹെൽത്തിനും ഹെയർ ഷീറ്റ്സിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ആൽമണ്ട്സ് കഴിക്കുന്നത്. അതുപോലെ തന്നെയാണ് വാൾനട്ട്സിന് അധികം കഴിച്ചിട്ടില്ല, കുറച്ച് കഴിച്ചു നോക്കിയിട്ടുള്ളൂ. പക്ഷെ എന്നിരുന്നാലും എന്റെ ഡയറ്റിന്റെ ഒരു ഭാഗമാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്തൊക്കെ, ഈ വാൾനട്ട് ആണെങ്കിലും ആൽമണ്ട്സ് ആണെങ്കിലും. അപ്പൊ അതൊക്കെ എന്റെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് ഫുള്ളി ഡാമേജ് ആയി പോയിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റേജിൽ എന്റെ ഹെയർ. അപ്പൊ അതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ചത് എനിക്ക് തോന്നുന്നു എന്റെ ഒരു പ്രഗ്നൻസി പീരീഡാണ്. ആ പ്രഗ്നൻസി പീരീഡിലാണ് ഞാൻ ഇതൊക്കെ കെയർ ചെയ്ത് തുടങ്ങിയത്. കുഞ്ഞിന് വേണ്ടി ചെയ്ത ഫുഡിന്റെ കാര്യങ്ങൾ പലതും ഞാൻ ശ്രദ്ധിച്ചു. അത് എന്റെ മുടിക്കും ഒരുപാട് എന്റെ മുടിയുടെ വളർച്ചയ്ക്കും സഹായിച്ചിട്ടുണ്ട്. അപ്പൊ കുഞ്ഞുണ്ടായി ഇപ്പൊ അവർക്ക് 1 വയസ്സുണ്ട്. ഇപ്പോഴും ഞാൻ ആ ഒരു ഡയറ്റൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതുകൊണ്ട് വലിയ രീതിയിൽ മുടിക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി 7ാമതായിട്ട് ഞാൻ പറയുന്ന സൂപ്പർ ഫുഡ്സ് എന്ന് പറയുന്ന പൾസസ് ആണ്. ഈ പയറ്, കടല, പരിപ്പ് ഇതൊക്കെ എനിക്കൊരു വീക്ക്നെസ് ആണ് കേട്ടോ. ഞാൻ ഒരുപാട് കഴിക്കും. ഇപ്പൊ പരിപ്പ് കറി ആണെങ്കിലും കടലക്കറിയൊക്കെ ആണെങ്കിലും എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പൊ എന്റെ മുമ്പിൽ ഒരു ബൗളിൽ കടലക്കറിയും ഒരു ബൗളിൽ ചിക്കൻ കറിയും വെച്ച് കഴിഞ്ഞാൽ ഞാൻ കടലക്കറി കഴിക്കുള്ളൂ. എനിക്ക് അത്ര ഇഷ്ടമാണ് കടല ഞാൻ ഒരുപാട് കഴിക്കും. നല്ല സ്പൈസി ഒക്കെ ആയിട്ട് കടലക്കറിയൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പുട്ടിന്റെ ഒപ്പം ചോറിന്റെ ഒപ്പം ആണെങ്കിലും ഞാൻ ഒരുപാട് കടലക്കറി കഴിക്കും. ഡെയിലി കടലക്കറി എന്നാലും ഞാൻ കഴിക്കും. അപ്പോൾ അതൊക്കെ എന്റെ ഹെയർ ഗ്രോത്തിനെ സഹായിച്ചിട്ടുണ്ട്. കാരണം ഈ പൾസസിലൊക്കെ നല്ലോണം പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ മുടിക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് അത്രയും നല്ലതാണ്. അതുപോലെ തന്നെ ബീൻസ്, പരിപ്പ്, ഈ ഡാലൊക്കെ പലതരത്തിലുള്ള ഡാൽസ് അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ പരിപ്പ്, കടല, ചെറുപയർ മുളപ്പിച്ച് കഴിക്കുമ്പോൾ ആ പ്രോട്ടീൻ കുറച്ചും കൂടി കൂടുതലാവും. അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനും നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്, അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനും നല്ലതാണ്. അത് നിങ്ങൾ ഈ സ്നാക്സ് ഒക്കെ കഴിക്കൂല്ലേ ഈവനിങ്, അപ്പൊ ആ സമയത്ത് ഈ ബിസ്ക്കറ്റും അതുപോലെ ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇതുപോലെ മുളപ്പിച്ച പയറൊക്കെ ഹെൽത്തി ആയിട്ട് ടേസ്റ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ മുടിയുടെ വളർച്ചയ്ക്കും അത് സഹായിക്കും. അപ്പൊ അതുകൊണ്ട് കടല, പരിപ്പ്, പയറ് ഇതെല്ലാം നിങ്ങളുടെ ഡയറ്റിന്റെ ഭാഗമാകാൻ, എസ്പെഷ്യലി ഇപ്പം വെജിറ്റേറിയൻസിനാണെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ഓപ്ഷനാണ് മുടിയുടെ വളർച്ച കിട്ടും. കാരണം മുട്ടയും മീനും ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ ഹെയർ ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള പയറ്, പരിപ്പ്, കടലയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. നോൺ വെജ് കഴിക്കുന്ന ആളുകളും ഇതൊക്കെ കഴിക്കണം കേട്ടോ. ഇത് നിങ്ങളുടെ
നിങ്ങളുടെ ഹെൽത്തിന് ഇതും ഒരുപാട് സഹായിക്കുന്ന കാര്യമാണ്. പലർക്കും മടിയാണ്, ഇറച്ചിയും മീനും മാത്രമേ കഴിക്കുള്ളൂ, ഇറച്ചിയും മീനും മുട്ടയൊക്കെ. ഇതും നിങ്ങളുടെ ഡയറ്റിന്റെ ഭാഗമാക്കി മാറ്റണം, എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് എല്ലാ ന്യൂട്രിയൻസും നമുക്ക് കിട്ടുള്ളൂ. ഇനി 8ാമത്തെ സൂപ്പർ ഫുഡാണ് തൈര്. തൈരില് പ്രോട്ടീൻ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, വിറ്റമിൻസ് ഉണ്ട്. നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങളുള്ള ഒരു ഫുഡ് ഐറ്റമാണ് തൈര് എന്ന് പറയുന്നത്. അപ്പോൾ തൈര് നമ്മൾ മിക്ക ഹെയർ പാക്സ് എടുത്ത് നോക്കിയാൽ അത് തൈരുണ്ടാവും. തൈര് മുടിയുടെ വളർച്ചയ്ക്ക് മാത്രമല്ല സഹായിക്കുന്നത്, മുടി നല്ല ഭംഗിയായിട്ടിരിക്കാനും തൈര് സഹായിക്കുന്നുണ്ട്. മുടിയുടെ ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, അത് നമ്മൾ മുടിയിൽ തേക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ കഴിക്കുമ്പോഴും അത് ആ മുടിക്ക് ഭംഗിയും അതുപോലെ മുടിക്ക് വളർച്ചയും നൽകുന്നുണ്ട്. അപ്പോൾ തൈര് എപ്പോഴും, അതായത് സാലഡായിട്ടോ കറികളായിട്ടോ അല്ലെങ്കിൽ വെറുതെ കഴിക്കാനായിട്ടോ ഒക്കെ നമ്മൾ നമ്മുടെ ഡെയിലി ഡയറ്റിന്റെ ഒരു ബാലൻസ് ഡയറ്റിന്റെ ഭാഗമായിട്ട് തൈര് ഇൻക്ലൂഡ് ചെയ്യുക. ഇനി 9ാമത്തെ സൂപ്പർ ഫുഡാണ് സ്വീറ്റ് പൊട്ടറ്റോ. ഞാൻ ഈ സ്വീറ്റ് പൊട്ടറ്റോ എന്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങിയത് യാമിക്കുട്ടി ഉണ്ടായതിനു ശേഷമാണ്. അതായത് കുഞ്ഞിന്റെ വെയിറ്റ് ഗെയിനിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡ് ഐറ്റം ആണല്ലോ ഈ സ്വീറ്റ് പൊട്ടറ്റോ. അപ്പോൾ ഇവക്ക് വേണ്ടി ഈ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടാക്കുമ്പോൾ ഞാനും കഴിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ മുടിയുടെ ഹെൽത്തും ഇംപ്രൂവ് ആയിട്ടുണ്ട്. അതായത് സ്വീറ്റ് പൊട്ടറ്റോയിൽ ബീറ്റ കാരോട്ടിൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ ബീറ്റ കാരോട്ടിൻ നമ്മുടെ ബോഡിയിലേക്ക് എത്തുമ്പോൾ അത് വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ആവും. ഇത് ഹെയർ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഹെയർ ഗ്രോത്ത് കൂട്ടുന്നു. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങ്, ഇത് നിങ്ങൾ ഡെയിലി ഒന്നും കഴിക്കണമെന്ന് ഞാൻ പറയില്ല. പറ്റുന്ന സമയങ്ങളിലൊക്കെ മാക്സിമം, അതിൻ്റെ ഒരു സീസൺ ടൈമൊക്കെ ഉണ്ട്, ആ ടൈമിൽ കിട്ടുമ്പോഴൊക്കെ മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് ഹെയറിന് മാത്രമല്ല, നമ്മുടെ കംപ്ലീറ്റ് ബോഡിക്കും നല്ലതാണ്. സോ ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് ഈ സ്വീറ്റ് പൊട്ടറ്റോ. ഏറ്റവും ലാസ്റ്റ് പറയുന്നതുകൊണ്ട് ഈ ആൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല കേട്ടോ. ഡെയിലി നിങ്ങൾ ഒരു കുക്കുംബർ വീതം കഴിക്കുന്നത് നിങ്ങളുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ഒരുപാട് ആന്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഈ കുക്കുംബർ. ഇപ്പോൾ സാലഡ് ആയിട്ടാണെങ്കിലും വെറുതെ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും കുക്കുംബർ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ, നമ്മൾ വെയിറ്റ് ലോസിനൊക്കെ ആയിട്ട് നമ്മൾ ഈ കുക്കുംബർ കഴിക്കുമല്ലോ. എപ്പോഴും ഹെൽത്തി വെയിറ്റ് ലോസ് പറയുമ്പോഴത്തേക്ക് കുക്കുംബർ അതിനകത്ത് ഒരു മെയിൻ ഫാക്ടറാണ്. കാരണം നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും, ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് നമുക്ക് തരും. നമ്മുടെ മുടിക്കാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസും തരും, എന്നാൽ വെയിറ്റ് ലോസിനും ഹെൽപ്പ് ആവും. സോ കുക്കുംബർ എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങളുടെ ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു സൂപ്പർ ഫുഡ് തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഡെയിലി ഒരു കുക്കുംബർ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള 10 സൂപ്പർ ഫുഡ്സ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അധികം വലിച്ചു നിട്ടാതെ ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എനിക്കിത് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്ത് തരാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇതൊരിക്കലും ഫേക്ക് ചെയ്ത് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പറയുന്ന കാര്യങ്ങളല്ല. കാരണം എനിക്ക് 100% ഞാൻ കണ്ടിന്യൂസ് ബേസ് ചെയ്ത് ഒരു 1 ഇയർ ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള കാര്യം തന്നെയാണ്, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷെ ഇന്ന് ഉപയോഗിച്ച് നിങ്ങൾക്ക് നാളെ തന്നെ റിസൾട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുപയോഗിക്കുന്ന ഒരു ഹെയർ മാസ്കോ അല്ലെങ്കിൽ ഹെയർ ക്രീമോ പോലെയല്ല. ഇത് ഗ്രാജുവലി സ്ലോലി നമുക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യമാണ്, പക്ഷെ പെർമനന്റ് ആയിരിക്കും. നമുക്ക് പതുക്കെ കിട്ടുന്ന എന്ത് കാര്യമാണെങ്കിലും അത് ശാശ്വതമായിട്ട് നിലനിൽക്കും. അത് ഇപ്പോൾ ബ്യൂട്ടി റിലേറ്റഡ് കാര്യമാണെങ്കിലും നമ്മുടെ ലൈഫിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് പതുക്കെ എന്തെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് നാളത്തേക്ക് നിലനിൽക്കുന്നതായിരിക്കും. സോ നിങ്ങൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടുക എന്നുള്ളതിലുപരി ബെറ്റർ റിസൾട്ട് ടൈം എടുത്തിട്ടാണെങ്കിലും എനിക്ക് എങ്ങനെ കിട്ടാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് വേണം ഹെയർ കെയർ ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും ലൈഫിൽ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട്. സോ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ മോള് ഇവിടെ എൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഫാൻ ഓഫാക്കി കഴിഞ്ഞാൽ അവൾ അപ്പം തന്നെ എണീക്കും. എത്ര മഴയാണെങ്കിലും അവൾക്ക് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഫാൻ വേണം. സോ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും സ്വരം എടുത്തിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും മാക്സിമം ഓരോ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രദ്ധിക്കും. എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.